ആരും പൈസ തരാന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് സിജോ ആൻഡ് സായി അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ കുറച്ചേരം നിൽക്കാലോ. ഒരു 5 മിനിറ്റ് വന്നിട്ട് ഓ ഉറപ്പായിട്ടും. നന്ദന, ശരിക്കും നന്ദന എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു PR വർക്കുകളോ ഒന്നുമില്ലാതെ ബിഗ് ബോസിനകത്ത് കയറിയാണ്. ഇപ്പൊ 80 ദിവസത്തോളം 75 ദിവസത്തോളം അവിടെ നിന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ്? ബിഗ് ബോസ് അടിപൊളിയാണ്, സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം, നിങ്ങളത് അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച്, ഞാൻ പുറത്തുനിന്ന് കണ്ടൊരു വ്യക്തിയാണല്ലോ, പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ആ ഫുൾ ഓക്കെ, അടിപൊളിയാണ്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഫിനാലയിലുള്ള ലാസ്റ്റ് വീക്കിലായാലും ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. സിജോയും സായും തമ്മിലുള്ള നന്ദന നമ്മളെ ഗ്രൂപ്പ് കളിയായിരിക്കും ഒരു പക്ഷേ പ്രതികൂലമായിട്ട് വന്നത്. ആണോ? അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ട്. തോന്നട്ടെ. അങ്ങനെ ഒരു കോംബോ വേണ്ടായിരുന്നു തോന്നിയോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ? നോ. ആര് വിന്നാവുന്നാണ് ആഗ്രഹിക്കുന്നത്? അറിയില്ല, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. അല്ല, നന്ദനയുടെ കാഴ്ചപ്പാടിൽ ഇല്ല, എനിക്കാണെങ്കിൽ കാഴ്ചപ്പാടൊന്നും. അങ്ങോട്ട് പോകാൻ പറ്റിയ പോവോ? പിന്നെന്താ, പോവില്ല, ഉറപ്പായിട്ടും പോവും. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോ ആണ്. ബിഗ് ബോസിൽ ഉറപ്പായിട്ടും ഞാൻ പോവും.